സൂര്യപ്രകാശം പോലും പേടിച്ച് മാറി നിൽക്കുന്ന ഭൂമിയിലെ ഏറ്റവും ഇരുണ്ട ലോകം. ഭൂമിയിൽ നമുക്കറിയാത്ത മറ്റൊരു ലോകം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റിയും അന്യഗ്രഹങ്ങളെ പറ്റിയും നാം ഒരുപാട് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ കാൽച്ചുവട്ടിൽ സമുദ്രത്തിന്റെ അഗാധമായ നീലിമയിൽ ഇന്നും മനുഷ്യന് പൂർണ്ണമായി ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് മരിയാന ട്രെഞ്ച്. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കിടക്കുന്ന ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഇടമാണ്. എവറസ്റ്റ് കൊടുമുടിയെ എടുത്ത് ഇതിനുള്ളിൽ വെച്ചാൽ പോലും അതിന്റെ മുകളിൽ ഇനിയും 2 കിലോമീറ്ററോളം വെള്ളം ബാക്കി നിൽക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഭീകരത നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും വെളിച്ചം കുറഞ്ഞു വരും. ഏകദേശം 1 കിലോമീറ്റർ കഴിയുന്നതോടുകൂടി സൂര്യപ്രകാശം പൂർണ്ണമായും ഇല്ലാതാവുകയും കൂരിരുട്ട് നമ്മെ പൊതിയുകയും ചെയ്യും. അവിടെയാണ് അസിബൽ സോൺ ആരംഭിക്കുന്നത്. മരിയാന ട്രെഞ്ചിലെ ഏറ്റവും ആഴമേറിയ പോയിന്റായ ചലഞ്ചർ ഡീപ്പ് ഏകദേശം 11 കിലോമീറ്റർ താഴെയാണ്. അവിടെയുള്ള മർദ്ദം എന്നത് നമ്മുടെ ശരീരത്തിന് മുകളിൽ 50 ജംബോ ജെറ്റ് വിമാനങ്ങൾ കയറ്റിവെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അത്രത്തോളമാണ്. സാധാരണഗതിയിൽ ഏതൊരു ജീവിയും തകർന്നു പോകുന്ന ഈ സാഹചര്യത്തിലും അവിടെ അത്ഭുതകരമായ ചില ജീവനുകൾ തുടിക്കുന്നുണ്ട്. ഇവിടുത്തെ നിഗൂഢ ജീവികളെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ആംഗ്ലർ ഫിഷാണ്. തലയിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഒരു ചൂണ്ട പോലെയുള്ള ഭാഗവും അതിന്റെ അറ്റത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്കും. ഇരുട്ടിൽ ഇരയെ ആകർഷിക്കാൻ പ്രകൃതി നൽകിയ ഒരു ടോർച്ചാണത്. അതുപോലെ തന്നെ പളുങ്കുപോലെ സുതാര്യമായ ശരീരമുള്ള സ്നെയിൽ ഫിഷ്. ഇത്രയും വലിയ മർദ്ദത്തെ അതിജീവിക്കാൻ ഈ കുഞ്ഞൻ മത്സ്യങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നത് ഇന്നും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇവരുടെ എല്ലുകൾ പോലും വളരെ വഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മർദ്ദം ഇവരെ ബാധിക്കില്ല. മറ്റൊരു കൗതുകകരമായ ജീവിയാണ് സീ കുക്കുംബർ അഥവാ കടൽ വെള്ളരിക്കകൾ. ഇവ താഴെ അടിഞ്ഞുകൂടുന്ന അവശിഷ്ടങ്ങൾ ഭക്ഷിച്ച് ആഴക്കടലിനെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. അവിടെയുള്ള പല ജീവികൾക്കും കണ്ണുകളില്ല. കാരണം ആ കൂരിരുട്ടിൽ കണ്ണിന്റെ ആവശ്യമില്ലല്ലോ. പകരം സ്പർശനത്തിലൂടെയും പ്രകമ്പനങ്ങളിലൂടെയും ഒക്കെയാണ് അവർ ലോകത്തെ തിരിച്ചറിയുന്നത്. വെളിച്ചം സ്വയം നിർമ്മിക്കുന്ന ബയോലൂമിസൻസ് എന്ന പ്രതിഭാസം ഈ ലോകത്തെ ഒരു സൈഫൈ സിനിമ പോലെ മനോഹരമാക്കുന്നു. വിചിത്രമായ രൂപമുള്ള ഭീമൻ സ്ക്വിഡുകളും ആയിരക്കണക്കിന് വർഷം ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളും ഈ അഗാധ ഗർത്തത്തിൽ അധിവസിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ മരിയാന ട്രെഞ്ച് വെറും ഒരു മണൽക്കൂനയല്ല, മറിച്ച് അഗ്നിപർവ്വതങ്ങളും ഹൈഡ്രോ തെർമൽ വെന്റുകളും നിറഞ്ഞ ഒരു സജീവ മേഖലയാണിത്. ഈ വെന്റുകളിൽ നിന്ന് പുറത്തു വരുന്ന രാസവസ്തുക്കളാണ് അവിടുത്തെ പല ജീവികളുടെയും ഊർജ സ്രോതസ്. സൂര്യപ്രകാശത്തിന്റെ സഹായമില്ലാതെ കീമോസിന്തസിസ് വഴി ജീവൻ നിലനിർത്തുന്ന ഈ കാഴ്ച ഭൂമിക്ക് പുറത്ത് മറ്റു ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഒരു വലിയ സൂചനയാണ് നൽകുന്നത്. മരിയാന ട്രെഞ്ച് വെറുമൊരു ഗർത്തമല്ല, അത് ഭൂമിയുടെ പരിണാമ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ലബോറട്ടറിയാണ്. ഇനിയും എത്രയോ ജീവികൾ അവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ നിഗൂഢ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം.